BSc ഒപ്റ്റോമെട്രി കണ്ണിൻ്റെ ആരോഗ്യവും കാഴ്ചയും പരിശോധിക്കുന്നതിനും നേത്രരോഗങ്ങൾ പ്രാഥമികമായി കണ്ടെത്തി ചികിത്സിക്കുന്നതിനും സഹായിക്കുന്ന ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് മേഖലയാണ് ഒപ്റ്റോമെട്രി. ഗ്ലാസുകളും കോൺടാക്ട് ലെൻസുകളും നിർദ്ദേശിക്കുന്നതും ഇതിൽപ്പെടുന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരെ വാർത്തെടുക്കുന്ന കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. 4 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണിത്. 3 വർഷത്തെ പഠനവും 1 വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2 ഗവൺമെൻറ് കോളേജുകൾ ഉൾപ്പെടെ 16 കോളേജുകളിലായി 222 സീറ്റിലാണ് BSc ഒപ്റ്റോമെട്രിക്കായി LBSൽ അഡ്മിഷൻ നടത്തുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ച് ഓരോ വിഭാഗത്തിലും ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് എത്രയെന്നും ആ അഡ്മിഷൻ നടന്ന കോളേജുകൾ ഏതൊക്കെയാണെന്നും നോക്കാം. 2 ഗവൺമെൻറ് കോളേജുകളിലായി 44 സീറ്റാണ് ഗവൺമെൻറ് മേഖലയിൽ ഒപ്റ്റോമെട്രിക്കായുള്ളത്. ആദ്യത്തെ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. അവിടെ 22 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 296.67. EWSൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത് 273.33 ആണ്. അതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 22 സീറ്റുകൾ തന്നെയാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 261.66. നമുക്കറിയാവുന്നതുപോലെ EWSന് ഗവൺമെൻറ് കോളേജുകളിൽ മാത്രമാണ് റിസർവേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 കോളേജുകൾ മാത്രമാണ് EWS കാറ്റഗറിയിൽ അഡ്മിഷൻ നടന്നിട്ടുള്ളത്. 273.33, 282.50 എന്നീ 2 ഇൻഡെക്സ് മാർക്കിലാണ് EWSൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അടുത്ത കോളേജ് 15 സീറ്റുകളുള്ള അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി. അവിടെ അഡ്മിഷൻ നടന്ന അവസാന ഇൻഡെക്സ് മാർക്ക് 275.83. ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിലും 15 സീറ്റുകൾ തന്നെയാണുള്ളത്. 199.17 ഇൻഡെക്സ് മാർക്കിലാണ് അവസാനമായി സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നത്. മറ്റൊരു കോളേജ് അൽ ഷിഫ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് കെയർ. അവിടെയും 15 സീറ്റുകൾ തന്നെയാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം അഡ്മിഷൻ നടന്ന ഇൻഡെക്സ് മാർക്ക് 260.83. ഒപ്റ്റോമെട്രിക്കായ അൽ അസർ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ ആകെ 10 സീറ്റുകൾ മാത്രമാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്ന അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് 243.33. മറ്റൊരു കോളേജ് 12 സീറ്റുകളുള്ള ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് വിഷൻ സയൻസ് തിരുവനന്തപുരം. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 241.16. അടുത്തത് ഡോക്ടർ സോമവൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജാണ്. അവിടെ ആകെ 8 സീറ്റുകളാണുള്ളത്. അവസാനം അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 256.67. 15 സീറ്റുകളുള്ള KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് 256.67. ലിറ്റിൽ ഫ്ലോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച്. അവിടെയും 15 സീറ്റുകൾ തന്നെയാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലെ അവസാന ഇൻഡെക്സ് മാർക്ക് 255. അടുത്ത കോളേജ് മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവിടെ ആകെ 5 സീറ്റുകൾ മാത്രമാണുള്ളത്. അവസാന അഡ്മിഷൻ നടന്ന സ്റ്റേറ്റ് മെറിറ്റ് 257.50. അടുത്തത് സുശ്രുത സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് വിഷ്വൽ സയൻസ് കൊച്ചി. അവിടെ ആകെ 15 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലെ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് 231.67. 15 സീറ്റുകളുള്ള ട്രാവൻകൂർ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ സ്റ്റേറ്റ് മെറിറ്റിലെ അവസാനത്തെ ഇൻഡെക്സ് മാർക്കായി വന്നത് 230 അതുപോലെ ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിലും 15 സീറ്റുകൾ തന്നെയാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലെ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് 205.83. അൽ സലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയാണ് അടുത്തത്. അവിടെയും 15 സീറ്റുകളാണുള്ളത്. സ്റ്റേറ്റ് മെറിറ്റിലെ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് 257.50. മറ്റൊരു കോളേജാണ് AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ്. അവിടെയും 15 സീറ്റുകൾ തന്നെയാണുള്ളത്. അവസാനം അഡ്മിഷൻ കിട്ടിയ സ്റ്റേറ്റ് മെറിറ്റ് 239.16. ഇനി ഓരോ കോളേജുകളിലും സ്റ്റേറ്റ് മെറിറ്റ് എൻഡ് ചെയ്ത ഇൻഡെക്സ് മാർക്ക് ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. 296.67 ഇൻഡെക്സ് മാർക്കിലാണ് അവിടെ അവസാനം അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിലാണ് രണ്ടാമത്തെ ഉയർന്ന കട്ട് ഓഫ് വന്നിരിക്കുന്നത് 275.83. ഇനി സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്ന ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കുകൾ നോക്കാം. 199.17 ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. ഇത് ആഞ്ജനേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിലാണ് ഈ അഡ്മിഷൻ നടന്നത്. അതും 26ാമത്തെ അലോട്ട്മെൻറ്റിൽ. 23ാമത്തെ അലോട്ട്മെൻറ്റിലാണ് 205.83 ഇൻഡെക്സ് മാർക്കിന് ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിൽ അഡ്മിഷൻ നടന്നത്. അതുപോലെ തന്നെ 24ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് വിഷൻ സയൻസിൽ 214.16 ഇൻഡെക്സ് മാർക്കിന് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. കൂടാതെ 230, 231.67, 239.16, 243.33, 255 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കിലും അഡ്മിഷനുകൾ നടന്നിട്ടുണ്ട്. കൂടാതെ 230, 231.67, 239.16, 243.33, 255, 255.67 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കിലും സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നിട്ടുണ്ട്.
അടുത്തത് ഓരോ കോളേജുകളിലും 7 വിഭാഗത്തിന് ലഭിച്ച ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് നോക്കുന്നത്. 296.66 7 വിഭാഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് മാർക്ക്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് ഈ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ അവസാനിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 278.34 ഇൻഡെക്സ് മാർക്കിലാണ് ഈഴവ വിഭാഗത്തിൻ്റെ അഡ്മിഷൻ അവസാനിച്ചത്. ഈഴവ വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 175.83 അൽ ഷിഫ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് കെയറിലാണ് ഈ അഡ്മിഷൻ നടന്നത്. 191.66, 204.16, 215, 230, 231.50 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലും ഈ വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നിട്ടുണ്ട്. ഇനി മുസ്ലിം വിഭാഗത്തിലെ അവസാന അലോട്ട്മെൻറ്റ് ഇൻഡെക്സ് മാർക്കുകൾ നോക്കാം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് 296.66 ഏറ്റവും ഉയർന്ന കട്ട് ഓഫായി വന്നിരിക്കുന്നത്. 269.17 ഇൻഡെക്സ് മാർക്കിലാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് അഡ്മിഷൻ അവസാനിച്ചിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ ലഭിച്ച കോളേജ് AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. 189 ഇൻഡെക്സ് മാർക്കിനാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 23ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 209.17 അഡ്മിഷൻ നടന്നിട്ടുണ്ട്. 229.16, 249.16, 252.50 തുടങ്ങിയ ഇൻഡെക്സുകളിലും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. BH വിഭാഗത്തിൽ നിന്ന് ഒപ്റ്റോമെട്രിയിലേക്ക് ആകെ 5 അഡ്മിഷനാണ് നടന്നിട്ടുള്ളത്. അഹല്യ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ 265 BH വിഭാഗത്തിൻ്റെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 203.33 സുശ്രുത കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് വിഷൻ സയൻസിലാണ് ഈ അഡ്മിഷൻ നടന്നത്. ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിൽ 205.83 ഇൻഡെക്സ് മാർക്കിനും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. ഒപ്റ്റോമെട്രിയിലേക്ക് LC കാറ്റഗറിയിൽ നിന്ന് ആകെ 2 അഡ്മിഷനാണ് നടന്നിട്ടുള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് 290.01, അൽ ഷിഫ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 259.17 ഇൻഡെക്സ് മാർക്കിനുമാണ് ഈ അഡ്മിഷനുകൾ നടന്നത്. അടുത്ത വിഭാഗം BX വിഭാഗമാണ്. BX വിഭാഗത്തിൽ നിന്ന് ആകെ ഈ വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന കട്ട് 294.17 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് ഈ അഡ്മിഷൻ നടന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 192.50 AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിലാണ് ഈ അഡ്മിഷൻ നടന്നത്. അതിലൊന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് നടന്നിട്ടുള്ളത്. 287.51 ഇൻഡെക്സ് മാർക്കിൽ. KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ 220.84 ഇൻഡെക്സ് മാർക്കിലും ഈ വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അടുത്തത് ധീവര വിഭാഗമാണ്. ധീവര വിഭാഗത്തിൽ ആകെ 4 അഡ്മിഷൻസാണ് നടന്നിരിക്കുന്നത്. അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിലാണ് ഏറ്റവും കൂടിയ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ അവസാനിച്ചിരിക്കുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 201.66 ഇൻഡെക്സ് മാർക്കിലും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. അടുത്ത വിഭാഗം VK വിഭാഗമാണ്. VK വിഭാഗത്തിൽ നിന്ന് ആകെ 2 അഡ്മിഷൻസാണ് നടന്നിട്ടുള്ളത്. അഹല്യ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ 263.43 അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ 241.67 ഇൻഡെക്സിനുമാണ് ഈ വിഭാഗത്തിലെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അടുത്തത് KN വിഭാഗമാണ്. KN വിഭാഗത്തിലെ 3 അഡ്മിഷനാണ് നടന്നിരിക്കുന്നത്. ഈ വിഭാഗത്തിലെ ഉയർന്ന കട്ട് ഓഫ് 259.17 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് 211.66 AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിലാണ് അഡ്മിഷൻ നടന്നത്. SC വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫായ 280 ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ ലഭിച്ചത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. രണ്ടാമത്തെ ഉയർന്ന കട്ട് ഓഫാണ് 244.16 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അടുത്തത് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫിൽ അഡ്മിഷൻ കിട്ടിയ കോളേജുകൾ നോക്കാം. ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് വിഷൻ സയൻസിലാണ് ഈ അഡ്മിഷൻ നടന്നത്. 183.33 ഇൻഡെക്സ് മാർക്കിലാണ് ഈ അഡ്മിഷൻ നടന്നത്. സുശ്രുത കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് വിഷ്വൽ സയൻസിൽ 199.17 മാർക്കിന് അഡ്മിഷൻ നടന്നിട്ടുണ്ട്. 214.17, 220.83, 222.50, 226.66 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലും SC വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ നടന്നിട്ടുണ്ട്. ST വിഭാഗത്തിൽ ആകെ ഒരു അഡ്മിഷനാണ് നടന്നിരിക്കുന്നത്. 209.99 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് AKG കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തെന്നാൽ 2 ഗവൺമെൻറ് കോളേജുകളിലെയും എല്ലാ വിഭാഗത്തിലെയും കട്ട് ഓഫുകൾ ഉയർന്നതാണ് എങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞവർക്കും അഡ്മിഷൻ ലഭിക്കുന്ന ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് തന്നെയാണ് ഒപ്റ്റോമെട്രി.